പുത്തനുടുപ്പ്. കുട്ടിക്കാലത്ത് പുത്തനുടുപ്പ് കിട്ടുക എന്നത് വളരെ വിരളമായിരുന്നു. അങ്ങനെ കിട്ടണമെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചു തരണം. അല്ല, ആർക്കെങ്കിലും കനിയണം. കൂടുതലും കിട്ടുക വലിയ ആൾക്കാരുടെ മക്കളുടെ പഴയ ഉടുപ്പ് ആയിരിക്കും. അത് കിട്ടിയാൽ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർക്ക് പഴയത് ആയത് നമുക്ക് കിട്ടുമ്പോൾ പുതിയതുപോലെ തോന്നും. ചില ഉത്സവങ്ങൾക്ക് പുതിയത് ഇടാനില്ലാതെ കരയാറുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിച്ചു തരാൻ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അല്ല വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പഴയ ഡ്രസ്സ് ഇഷ്ടം പോലെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം വേണ്ടതിലധികം ഉണ്ടെങ്കിലും ഒന്നിനോടും ഭ്രമം തോന്നാറില്ല. അത് ചിലപ്പോൾ ആഗ്രഹിച്ചപ്പോൾ കിട്ടാതിരുന്നത് കൊണ്ടും അമ്മയ്ക്ക് അച്ഛൻ പുതിയത്, അതായത് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടവും മനസ്സിൽ ഉള്ളതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ ഒന്നിനോട് ഭ്രമം തോന്നാതിരുന്നത്. ഈ ആഗ്രഹത്തിന് ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടില്ല എന്ന് അനുഭവമുണ്ടെങ്കിൽ ആ അനുഭവം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അപ്പോൾ ഒന്നിനോടും ആഗ്രഹം തോന്നില്ല. കിട്ടുന്നത് മതി എന്ന ചിന്താഗതി ആയിരിക്കും. അതാണ് ആഗ്രഹത്തിൻ്റെ ഗുണം. ആഗ്രഹത്തിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്തോറും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരു അവസാനമില്ല. അതാണ് ആഗ്രഹത്തിൻ്റെ ദോഷം. പലർക്കും പലതരത്തിലായിരിക്കും അവരവരുടെ അനുഭവങ്ങൾ.